ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും സെൻസേഷണലായ മത്സരാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ജാസ്മിൻ ജാഫർ എന്ന് തന്നെയാണ്. ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ജാസ്മിൻ ജാഫർ. പക്ഷേ അതിനുള്ളിൽ കയറിയതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ഗെയിം എന്ന് പറയുന്നത് സ്വന്തം വ്യക്തി ജീവിതം വെച്ചുള്ള ഒരു ഗെയിമാണ് ജാസ്മിൻ അവിടെ നടത്തിയത്. ഗബ്രിയുമായുള്ള പ്രണയം. ആ പ്രണയം അവിടെ ജാസ്മിനെ ഉണ്ടാക്കി കൊടുത്തത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നെഗറ്റീവായിട്ടുള്ള ഇമേജ്. പുറത്ത് ഒരു കൂട്ടം ആളുകൾ അവിടെ ജാസ്മിനെ കല്ലെറിയുകയും അത്രയും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് ജാസ്മിൻ വരുത്തി വെച്ചതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജാസ്മിനായിൽ മാറ്റി നിർത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറത്ത് താൻ കമ്മിറ്റഡ് ആണ് എന്ന് പറയുമ്പോഴും അകത്ത് ഒരു വ്യക്തതയില്ലാത്ത ബന്ധവുമായി മുന്നോട്ട് പോവായിരുന്നു ജാസ്മിനും ഗബ്രിയും. ജബ്രി കോംബോ ഗബ്രി പോകുന്നത് വരെ അത്രയും വലിയൊരു സംഭവമായി സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് വീടിനുള്ളിലും ഒക്കെ മാറിയിരുന്നു. പുറത്ത് ആ ജബ്രി കോംബോ ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളും, എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് ബിഗ് ബോസ് സീസൺ 6 പേര് അത് വേറെ ലെവലാണെന്നും പറയാം. സീസൺ 6 എന്ന് പറയുമ്പോൾ അത് ജാസ്മിന്റെ പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇപ്പൊ ജാസ്മിന്റെ ഗെയിം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഗെയിമാണ്. ആ നെഗറ്റീവ് ഗെയിം കൊണ്ടാണ് ഇപ്പോൾ അവസാന മത്സരാർത്ഥിയായിട്ട് ഫിനാലയിലേക്കും ജാസ്മിനോട് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ജാസ്മിൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അവിടെ ഗബ്രി പോകുന്നത് വരെ ജാസ്മിൻ ഉണ്ടായിരുന്ന ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇമേജ് ഇപ്പോൾ വളരെയധികം കുറഞ്ഞൊരവസ്ഥയിലാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നത്. അവിടെ ഗബ്രി പുറത്തു പോയതിനു ശേഷം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ജാസ്മിൻ എന്നുള്ള നിലയിൽ. പക്ഷേ ജാസ്മിനുണ്ടായ നെഗറ്റീവ്സ് മുഴുവനായിട്ട് പോയി എന്നല്ല, എന്നിരുന്നാൽ പോലും അത് കുറച്ചൊന്നും മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ നിർണായകമായ ഒരാഴ്ചയാണ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത്, ഫിനാലെ വീക്ക്. അത്രയും നിർണായകമായ വോട്ട് കിട്ടേണ്ട ഒരു വീക്കാണ്. ജാസ്മിൻ വിന്നറാകുമോ റണ്ണറപ്പ് ആകുമോ എന്നൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കൂട്ടം വിഭാഗർ പറയുന്നത് അവിടെ ജാസ്മിൻ തന്നെ വിന്നർ ആകണം എന്നുള്ളതാണ്. സീസൺ 6 കണ്ടന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയായിരുന്നു. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ വിന്നർ ആവണം. സ്വന്തം വ്യക്തി ജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ആ വ്യക്തി തന്നെ വിന്നർ ആവണമെന്ന് ഒരു കൂട്ടർ അവിടെ പറയുമ്പോൾ, മറുകൂട്ടർ സ്വന്തം ജീവിതം വെച്ച് കളിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വൃത്തികെട്ട ഗെയിം കളിച്ചൊരു വ്യക്തിയെ ഇതിന്റെ വിന്നർ ആക്കില്ല എന്ന് മറുവിഭാഗവും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ജാസ്മിനെ നേരിടേണ്ടി വരുന്നത് ഫിനാലെ വീക്കിൽ ഗബ്രി എന്നുള്ള വ്യക്തിയെ തന്നെയാണ്. ഗബ്രിയുടെ റീ എൻട്രി. ആ സമയത്ത് ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്ത് സംഭവിച്ചാലും അവിടെ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഒക്കെ സംഭവിക്കാം. ഏറ്റവും കൂടുതൽ നെഗറ്റീവിനും സാധ്യതയുണ്ട്. അവർ തമ്മിൽ കൂടുതൽ സംസാരിച്ചില്ല, അടുപ്പം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നെഗറ്റീവ് ഉണ്ടാകാം. അവർ കൂടുതൽ അടുപ്പം കാണിച്ചാൽ നെഗറ്റീവ് ഉണ്ടാകാം. എന്ത് വന്നാലും അത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഫിനാലെ വീക്കിൽ വരുന്നത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും. ഗബ്രിയുടെ റീ എൻട്രി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ എന്നുള്ള വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ 6 ഇത്രയും പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഈ ഒരു പ്രശസ്തിക്ക് കാരണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഫിനാലെ വീക്കിൽ എന്ത് സംഭവിക്കും, അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.